ഇറാന്റെ ഗുണ്ടകളായ ഹൂത്തികൾ വീണ്ടും ഇറാന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിനെ ഏത് വിധേനയും തകർക്കുക എന്നുള്ളതാണ്. ഇതിനെ ഇപ്പോൾ ഇസ്രായേലിന്റെ വിമാനത്താവളത്തിൽ അടക്കം ഇവർ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനെ ഹൂത്തികൾ എങ്ങനെ നേരിടാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്? അതായത് ഇസ്രയേലും അമേരിക്കയും ഇറാന് മേൽ നടത്തിയ ആക്രമണം അത് ഇറാൻ ഏത് രീതിയിൽ തിരിച്ചടിക്കുമോ എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇറാന് സൈനികമായി തന്നെ നേരിടാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികൾ എന്നാണ് പറയുക, അതായത് ഇറാന് വേണ്ടിയിട്ട് നിഴൽ യുദ്ധം നടത്തുന്ന മറ്റ് സായുധ സംഘങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹൂത്തികൾ. പിന്നെ ഹമാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഹിസ്ബുള്ള എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗം ഈ പറയുന്ന പോലെ നമ്മുടെ യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘങ്ങളാണ്. അതിന് പ്രധാനമായിട്ട് അതിനുള്ള വെള്ളവും വളവും എല്ലാം കൊടുക്കുന്നത് ഇറാനാണെന്ന് വ്യക്തവുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറാന് വേണ്ടിയിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഹൂത്തികൾ. അത് ഇപ്പോഴേ തുടങ്ങിയതല്ല, 2023 മുതൽ അവർ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നടത്തുന്നുണ്ട്. ഇസ്രയേൽ ലക്ഷ്യമാക്കി അവർ റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രയേൽ ലക്ഷ്യമാക്കി വരുന്ന ചരക്ക് കപ്പലുകളെ അവർ ആക്രമിക്കാറുണ്ട്. ഏതാണ്ട് 2023 മുതൽ ഇങ്ങോട്ടുള്ള ഈ 2 വർഷം മാത്രം ഏതാണ്ട് 100ഓളം ചരക്ക് കപ്പലുകൾ ഹൂത്തി ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചുവന്ന കടലിൽ തുടർച്ചയായി നടന്ന 2 ആക്രമണമാണ്. അത് ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം നടക്കുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് വലിയ പ്രാധാന്യം നേടുന്നത്. അതിൽ 2 കപ്പലുകൾ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഞായറാഴ്ചയുമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞായറാഴ്ച മാജിക് സീസ് എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ, അത് ലൈബീരിയൻ ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ചരക്ക് കപ്പലാണ്. അതും ഇസ്രയേലിലേക്കുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി വന്ന ഒരു കപ്പലാണ്. അപ്പോൾ ഈ കപ്പലിന് നേരെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ആക്രമണം ഉണ്ടായി. തുടർന്ന് അതിലെ ജീവനക്കാരെല്ലാം രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷേ അതിൽ വലിയ രീതിയിൽ, അതായത് ഈ ആളില്ലാ ബോട്ടുകളും ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും മറ്റ് ചെറിയ സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത്. അങ്ങനെ ഈ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ സൈഡിൽ ഒരു വലിയൊരു തുള വീഴുകയും അതിലേക്ക് വെള്ളം കയറുകയും ആ കപ്പൽ ക്രമേണ മുങ്ങിത്താഴുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ ഹൂത്തി സേന അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടു, ആ കപ്പൽ മുങ്ങുന്നടക്കമുള്ള. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ് ഈ മാജിക് സീസിന് നേരെ ആക്രമണം ഉണ്ടായെങ്കിൽ തിങ്കളാഴ്ച അവർ ലൈബീരിയൻ പതാക തന്നെയുള്ള എറ്റേർണിറ്റി സി എന്ന് പറയുന്ന മറ്റൊരു ചരക്ക് കപ്പലിനെ ആക്രമിച്ചു. ആ കപ്പലിൽ ഏതാണ്ട് 26 പേരുണ്ടായിരുന്നു. അതിൽ 11 പേരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ ഉള്ളവരെ 6 പേര് ഈ ഹൂത്തികളുടെ തന്നെ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. 10 പേരെ UN-ൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാസംഘം, അതായത് തെരച്ചിലിനിടയിൽ 10 പേരെ അവർ രക്ഷപ്പെടുത്തി. അതായത് ഈ ആക്രമണം ഉണ്ടായ സമയത്ത് ഇവർ ജീവൻ രക്ഷാർത്ഥം കടലിലേക്കെടുത്ത് ചാടിയതാകണം. അങ്ങനെ ഇവർ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് ഈ രക്ഷാപ്രവർത്തകർ ഇവരെ കണ്ടെത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇസ്രയേലും ഈ പറയുന്ന ഹൂത്തികളുമായിട്ടുള്ള അടിയാണ് ഇപ്പോൾ രൂക്ഷമായി നടക്കുന്നത്. അപ്പോൾ ഇതിന് തിരിച്ചടിയുന്ന നിലയിൽ ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ പറയുന്ന ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളായ ഹൊബ്യാദ എന്ന് പറയുന്ന ഒരു തുറമുഖം, റാ ഇസ എന്ന് പറയുന്ന മറ്റൊരു തുറമുഖം, പിന്നെ സാലിഹ്, റാസ് കാന്തിബ് പവർ പ്ലാന്റ്, അവിടുത്തെ ഒരു വൈദ്യുത നില, ഇതൊക്കെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. അവിടെ ബോംബുകൾ വർഷിച്ചു. അതുമാത്രമല്ല, ഈ പറയുന്ന ഹൂത്തികൾ ഒരു കപ്പൽ പിടിച്ചെടുത്ത് അവരുടെ ഒരു റഡാർ സിസ്റ്റമൊക്കെ വെച്ച് ഈ മറ്റ് കപ്പലുകളെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഈ ആക്രമണമൊക്കെ നടത്തണമല്ലോ. ഒരു കപ്പൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഇവർ പിടിച്ചെടുത്തിരുന്നു. അത് പിടിച്ചെടുത്ത 2023 ഗാലക്സി ലീഡർ എന്നാണ് ആ കപ്പലിൻ്റെ പേര്. അത് ഈ പറയുന്ന പോലെ റായിസ എന്ന് പറയുന്ന തുറമുഖത്ത് അത് നങ്കൂരമിട്ട് ഇട്ടേക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഹൂത്തികൾ അവരുടെ സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, റഡാർ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ പറയുന്ന കപ്പൽ ഇസ്രയേൽ ആക്രമിച്ച് നശിപ്പിച്ചു. ഈ 2023 ഈ കപ്പൽ പിടിയിലാകുമ്പോൾ അതിൽ 25 ജീവനക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ ഹൂത്തികൾ തടവിൽ വെക്കുകയായിരുന്നു. 430 ദിവസമൊക്കെ തടവിൽ വെച്ചിട്ട് കഴിഞ്ഞ ജനുവരിയിലാണ് അവരെ മോചിപ്പിച്ചത്. അപ്പോൾ ഈ കപ്പലും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇപ്പോൾ തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ തിരിച്ചടി എന്ന നിലയിൽ ഇപ്പോൾ ഹൂത്തികൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഗൂറിയോൺ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ വിമാനത്താവളത്തിന് നേരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. അപ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് അവരുടെ ഹൂത്തികളുടെ വക്താവ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇസ്രയേൽ അവർ ആ മിസൈലിനെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞിട്ടു. ഇനി എന്തുകൊണ്ട് ഈ സംഘർഷം രൂക്ഷമാകുന്നത്? അത് ഇറാൻ്റെ കൊട്ടേഷൻ മാത്രമല്ല. ഇപ്പോൾ അതായത് ഇസ്രയേൽ പലസ്തീനിൽ ഗാസയിൽ വലിയ രീതിയിലുള്ള സൈനിക നടപടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇടക്കിടക്ക്, അതായത് ഗസയിൽ ഇസ്രായേൽ എപ്പോഴൊക്കെ സൈനികമായി ഇടപെടുന്നോ അപ്പോഴൊക്കെ ഈ ഹൂത്തികൾ അവരുടേതായ രീതിയിൽ ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗസയിൽ അവിടെ ബെഞ്ചമിൻ നെതന്യാഹു അന്തിമ യുദ്ധം പ്രഖ്യാപിച്ച്, അതായത് ഹമാസിൻ്റെ കടപൂട്ടി അവസാനം കണ്ടിട്ട് അടങ്ങുള്ള രീതിയിൽ നിലപാടുകളുമായി ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം അവിടെ 82 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതിൽ 9 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള ദുഃഖയാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗസയിൽ വലിയ രീതിയിലുള്ള സൈനികമായ നടപടി നടക്കുന്നു. അവിടെ തെക്കൻ ഗസയിലെ ഒരു താൽക്കാലിക അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് അവിടുത്തെ ആൾക്കാരെയൊക്കെ മാറ്റാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. വലിയ രീതിയിൽ അവിടെ ഈ ഭക്ഷണക്ഷാമവും കുടിവെള്ളക്ഷാമവും അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഹൂത്തികൾ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറാൻ്റെ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഹൂത്തികളിപ്പോൾ ആക്രമണം നടക്കുന്നത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ പറയുന്ന ഹൂത്തികൾ ആക്രമിച്ചാൽ അവർക്കെതിരെ തിരിച്ചടിക്കും. ഈ പറയുന്ന ഹമാസുമായിട്ട് ഒരു ഒത്തുതീർപ്പിനും ഒരു വെടിനിർത്തലിനും ഒരു സാധ്യതയുമില്ല. ഹമാസിൻ്റെ അവസാനം കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടുത്തെ സൈനികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ അവസാനിപ്പിക്കൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതേസമയം തന്നെ ഈ ഹമാസിൻ്റെ പിടിയിലുള്ള കുറച്ച് ഇസ്രായേൽ വംശജരായിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ബന്ദികളാക്കപ്പെട്ടവർ. അത് തിരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കൈവശം ഈ ഹമാസിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻകാർ കുറച്ച് പേര് ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ ബന്ദി കൈമാറ്റത്തിനുള്ള ചില ധാരണകളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വെടിനിർത്തലിനെക്കുറിച്ച് യാതൊരു സാധ്യതകളുമില്ല. ലക്ഷ്യം നേടിയെടുക്കുന്നവരെ സൈനിക നടപടി തുടരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഹൂത്തികളും അവർ ഈ രീതിയിലുള്ള ആക്രമണം തുടരുമെന്നാണ് പറയുന്നത്. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലുമായിട്ട് ഇടപാട് നടത്തുന്ന ഏത് കപ്പൽ കമ്പനി ആയിക്കോട്ടെ, ഏത് കപ്പലുകളായിക്കോട്ടെ, അതെല്ലാം ഹൂത്തികളുടെ എതിരാളികളായിട്ടാണ് അവർ കരുതുന്നത്. അത് ചുവന്ന കടലിലും അറബിക്കടലിലും ഏതൻ കടലിടുക്കിലും ആ 3 മാർഗങ്ങളിലൂടെയും ഇസ്രായേലിലേക്ക് ഒരു തരത്തിലുള്ള ചരക്ക് നീക്കം അനുവദിക്കില്ല എന്നുള്ളതാണ് ഹൂത്തികളുടെ നിലപാട്. അപ്പോൾ ഇസ്രായേൽ കരുതിക്കൂട്ടി തന്നെയാണ് അവിടെ ഒരു നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഹൂത്തികൾ ഇനിയും തലപൊക്കിയാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഹൂത്തികൾക്ക് കഴിയുമോ? അതായത് ഇതൊരു തരം തീവ്രവാദ ആക്രമണമാണ്. അതായത് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ആക്രമണങ്ങൾ. അതുമാത്രമല്ല, ഇവരുടെ കയ്യിലുള്ളതെല്ലാം ഈ അപരിഷ്കൃതമായിട്ടുള്ള ആയുധങ്ങളാണ്. അതായത് ഈ കൃത്യമായ സംഗതികളോ ഒന്നും ഉണ്ടാകില്ല. ഈ റോക്കറ്റ് ആക്രമണം എന്നൊക്കെ അവർ പറയുമെങ്കിലും വന്ന് വീഴുന്നത് മറ്റേ പൈപ്പിൻ്റെ അകത്ത് വെടിമരുന്ന് നിറച്ചിട്ടുള്ള അതേപോലുള്ള സംഗതികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവരെ പ്രവചിക്കുക അസാധ്യമാണ്. ഈ പതിയിരുന്നുകൊണ്ടുള്ള ആക്രമണമാണ് ഇവർ സാധാരണ നടത്താറ്. പക്ഷേ ഇസ്രായേൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 കേന്ദ്രങ്ങൾ, ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ കണ്ടെത്തി ചില തുറമുഖങ്ങളടക്കം അടിച്ചു തകർത്തിട്ടുണ്ട്. ഒരു കപ്പൽ അവർ കൈവശപ്പെടുത്തി ഇത്തരം കടലിലെ നിരീക്ഷണ സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു കപ്പലടക്കം ഇസ്രായേൽ ഇപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഹൂതികൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ടാകണം. എന്നാലും അവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം കാലങ്ങളായിട്ട് അവരിങ്ങനെ ഇസ്രായേലിനെ ചൊറിയുക എന്നുള്ളത് അവരുടെ ഒരു നേരം പോക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള സംഘർഷം തുടരാൻ തന്നെയാണ് സാധ്യത.